പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, കൈത്താക്കാലത്തിന്റെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ ഇന്ന് പ്രാർത്ഥനാപൂർവ്വം പ്രവേശിക്കുന്നു. കർത്താവിന്റെ ഈ ദിവസത്തിന്റെ അനുഗ്രഹങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 8 വരെ വാക്യങ്ങളാണ്. മുന്തിരിച്ചെടിയും ശാഖകളും എന്ന പ്രസിദ്ധമായ ആ വചനഭാഗം. ഏതാനും പ്രാർത്ഥനാ ചിന്തകളിലൂടെ നമുക്ക് വളരെ പെട്ടെന്നൊന്ന് കടന്നു പോകാം. കൈത്താക്കാലം പൊതുവെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുന്ന കാലമാണ്. ആത്മീയ ഫലങ്ങളെക്കുറിച്ച് ശ്ലീഹാകാലത്ത് വിതയ്ക്കപ്പെട്ട സുവിശേഷത്തിന്റെ ദൈവവചനത്തിന്റെ വിത്ത് വളർന്ന് നല്ല ഫലങ്ങൾ ദൈവ മഹത്വത്തിനായും സഹോദര നന്മയ്ക്കായും നല്ല ഫലങ്ങൾ നമ്മളിൽ നിന്ന് വരുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന കാലമാണ്. ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഫലം തരാത്തതിനെ വെട്ടിക്കളയുന്നു, ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് കാര്യങ്ങളിലും ഒരു മുറിക്കൽ, ഒരു വെട്ടൽ പ്രക്രിയ നടക്കുന്നുണ്ട്. നമ്മളിൽ ഓരോരുത്തരിലും ദൈവം അത്തരം ഒരു മുറിക്കൽ പ്രക്രിയ, വെട്ടുന്ന പ്രക്രിയ നടത്തുന്നുണ്ട്. വളരാനുള്ളതിന് ഈ ഒരു വെട്ടൽ പ്രക്രിയ ആവശ്യമാണ്. മുറിവ് ചിലപ്പോൾ വേദനയുണ്ടാക്കും, വിഷമം ഉണ്ടാക്കും. പക്ഷെ അത് കൂടുതൽ നല്ല ഫലങ്ങൾ കൊണ്ടുവരുമെന്നാണ് ഈ മുന്തിരിച്ചെടിയുടെ കാര്യം പറഞ്ഞ് ഈശോ ഓർമ്മിപ്പിക്കുന്നത്. നമുക്കൊരു ഉദാഹരണത്തിൽ അത് മനസ്സിലാക്കിയാൽ, ഒരു മോഷ്ടാവിന്റെ കയ്യിൽ ഒരു കത്തി ഒരുപക്ഷെ അത് ഒരാളുടെ ജീവൻ എടുക്കാനായിരിക്കും ഉപകരിക്കുന്നത്. പക്ഷെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു സർജന്റെ കയ്യിൽ ഒരു സർജൻ ബ്ലേഡ്, അതും ശരീരത്തിൽ ഒരു മുറിവുണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് ഒരു മോശമായ അല്ലെങ്കിൽ വേണ്ടാത്തൊരു കാര്യം ശരീരത്തിൽ നിന്ന് മുറിച്ചു കളയാൻ, മാറ്റിക്കളയാൻ, അതിനുവേണ്ടി ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു മുറിവാണ്. അത് പിന്നീട് ശരീരത്തിന് കൂടുതൽ നല്ല ആരോഗ്യവും മെച്ചമായ സ്ഥിതിയും കൊണ്ടുവരുന്ന ഒരു മുറിക്കലാണ്, ഒരു മുറിപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്. കത്തി തന്നെ രണ്ട് രീതിയിലും ഇങ്ങനെ ഗുണമായിട്ടോ ദോഷമായിട്ടോ മാറാൻ സാധ്യതയുണ്ട്. ഈശോ ചിലപ്പോൾ നമ്മളിലും ചില മുറിവുകൾ, ചില വെട്ടൽ പ്രക്രിയകൾ നടത്തുമ്പോൾ നമുക്കൊരല്പം വിഷമവും വേദനയും ഒക്കെ തോന്നും. പക്ഷെ അത് ഭാവിയിലേക്ക് കൂടുതൽ നല്ല ഫലങ്ങൾ കൊണ്ടുവരാനാണെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത് നമ്മളിവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഈശോയുടെ വാക്കുകളാണ്. ഈശോ പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തരുന്ന ഒരു വചനമാണിത്. നമ്മുടെ അഹങ്കാരവും അഹംഭാവവും ഭയവും ഇല്ലാതാക്കി തരുന്ന വചനവുമാണിത്. കാരണം ദൈവം കൂടെ ഉണ്ടെങ്കിൽ എന്തും നേടാനാവുമെന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തെ കൂടാതെ ഞാൻ അധ്വാനിക്കുന്നതെല്ലാം വെറുതെയാണെന്നും ഈ തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥനയ്ക്കും ദൈവവിചാരത്തിനും അർത്ഥമുണ്ട്, ആത്മീയമായി ജീവിക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ സേവകർക്ക് വക്കുവരെ വെള്ളം കോരി വയ്ക്കാനേ സാധിച്ചുള്ളൂ. അത് വീഞ്ഞായി മാറിയത് ദൈവം അതിനെ അനുഗ്രഹിച്ചപ്പോഴാണ്. നമ്മളും വക്കുവരെ നമ്മുടെ കഴിവിന്റെ പരമാവധി അധ്വാനിച്ചാലും ദൈവം കൂടെ ഇല്ലെങ്കിൽ അത് വെറും പച്ചവെള്ളമായി തന്നെ ഇരിക്കുമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഈശോ പറയുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഈശോയുടെ വചനം വായിൽ നിന്ന് വന്നത് നമ്മെ ശുദ്ധീകരിക്കാൻ, അത് നന്മയിലേക്ക് കൊണ്ടുവരുവാൻ, നല്ലത് മനസ്സ് നിറയ്ക്കാനൊക്കെ പോരുന്നതാണ്. ഈശോയിൽ നിന്ന് വന്നത് നന്മയ്ക്കും അനുഗ്രഹത്തിനും കാരണമായെന്ന് നമ്മൾ അറിയുന്നു. നമ്മിൽ നിന്ന് പുറത്തു വരുന്ന വചനങ്ങൾ എങ്ങനെയാണ്? ഈശോ പറഞ്ഞ വചനം ആളുകളെ ശുദ്ധീകരിച്ചു. ഞാൻ പറയുന്ന വചനങ്ങൾ, വാക്കുകൾ, എന്നിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ ആളുകളെ ശുദ്ധീകരിക്കുകയാണോ, അവരെ കൂടുതൽ തിന്മയിലേക്കും അശുദ്ധിയിലേക്കും കൊണ്ടുപോവുകയാണോ ചെയ്യുന്നത്? മറ്റുള്ളവരിൽ നന്മയാണോ തിന്മയാണോ എന്റെ സംസാരം നിറയ്ക്കുന്നത്? അതോ ശുദ്ധീകരിക്കുകയാണോ, അതേ അവരെ അശുദ്ധമാക്കുകയാണോ ചെയ്യുന്നതെന്ന് ആത്മശോധന ചെയ്യാൻ നമുക്ക് ഈ അവസരം ഉപയോഗിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ അനുഗ്രഹീത ദിവസത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അങ്ങയെ കൂടാതെ ഒന്നും ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നതിനൊന്നും ഫലമില്ല. അത് നിറമില്ലാത്തതും ഗുണമില്ലാത്തതും സ്വഭാവ നന്മകൾ സവിശേഷതകൾ ഇല്ലാത്തതുമാണെന്നും അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നു. ജീവിതത്തിൽ എപ്പോഴും അങ്ങയുടെ കരം പിടിച്ചു നടക്കുവാനും അങ്ങയുടെ കൂടെ ആയിരിക്കുവാനുമുള്ള വലിയ ബോധ്യവും
അതിനുള്ള അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.